ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 2024 വരാൻ പോകുന്ന കേരള PSCയുടെ ഒരു പ്രധാനപ്പെട്ട എക്സാമായ ടെക്നിക്കൽ എക്സാമായ HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സ്പെക്റ്റഡ് സിലബസ് ആണ്. നമുക്ക് എക്സാം ഇപ്പോൾ സ്ലോട്ട് തന്നിരിക്കുന്ന അനുസരിച്ച് ഓഗസ്റ്റ് ടു ഒക്ടോബർ സ്ലോട്ടിലാണ് മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിലബസ് ആണ് ഇന്ന് നോക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് സിലബസ് ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സിലബസിൽ പ്രധാനമായിട്ടും 6 മോഡ്യൂളുകളാണ് ഉള്ളത്. അതിൽ 5 മോഡ്യൂളുകൾക്ക് 16 മാർക്ക് വീതവും 6ാമത്തെ മോഡ്യൂളിന് 20 മാർക്കുമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആണ്. സെക്കൻഡ് മോഡ്യൂൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. തേർഡ് മോഡ്യൂൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് ഡേറ്റാബേസ്. Fourth module, Theoretical Computer Science. Fifth module, Operating Systems and Computer Networks. Then sixth module is Information Technology. ഇത് ഓരോന്നിനുള്ളിലും എന്തൊക്കെ ടോപ്പിക്സ് വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് മോഡ്യൂളായ മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് ലീനിയർ ആൾജിബ്ര ഉണ്ട്, ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലോജിക് ഉണ്ട്, കൗണ്ടിങ് തിയറി ഉണ്ട്, സെറ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട്, അൾജിബ്രായിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഗ്രാഫ് തിയറി ഉണ്ട്. അപ്പോൾ അതിൽ ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ 12th വെച്ച് പഠിച്ചിട്ടുള്ള ബേസിക്സ് ആണ് ആദ്യം വരുന്നത്. മെട്രിസസ്, മെട്രിസിൻ്റെ റാങ്ക്, പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, പിന്നെ അത് യൂസ് ചെയ്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക, ഏഗൺ വാല്യൂസ് ആൻഡ് ഏഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക, KG ഹാമിൽട്ടൺ തിയറം, ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ്, ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് വെക്റ്റേഴ്സ്, അതൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് ലോജിക്കിലേക്ക് വന്നാൽ നമ്മൾ പഠിക്കുന്ന നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ആൻഡ് ഓരോ പോലെയുള്ള കണക്റ്റീവ്സ്, ബേസിക് കണക്റ്റീവ്സ് വേണം. പിന്നെ അത് വെച്ചിട്ടുള്ള ട്രൂത്ത് ടേബിൾസ്, അത് വെച്ച് ഫോം ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ലോജിക്കൽ കണക്റ്റീവ്സ്, ടോട്ടോളജി, കോൺട്രഡിക്ഷൻ, പിന്നെ ഇക്വലൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി, ഇംപ്ലിക്കേഷൻ, കോൺട്രപോസിറ്റീവ്, കോൺവേഴ്സ്, ഇൻവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് കൗണ്ടിങ് തിയറിക്കകത്ത് റൂൾ ഓഫ് സം, റൂൾ ഓഫ് പ്രോഡക്റ്റ്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, കോമ്പിനേഷൻ വിത്ത് റെപ്പിറ്റീഷൻ, പിജൻ ഹോൾ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് സെറ്റ് ആൻഡ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ സെറ്റ് എന്താണ്, റിലേഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻ എന്താണ്, പിന്നെ ഫങ്ഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്താണ് എന്നൊക്കെ പഠിക്കണം. പിന്നെ ആൾജിബ്രായിക് സ്ട്രക്ചേഴ്സിൽ വന്നാൽ ഹോമോമോർഫിസം, ഐസോമോർഫിസം, സെമി ഗ്രൂപ്പ്, ഗ്രൂപ്പ്, മോണോയിഡ്സ്, കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്സ്, സബ് ഗ്രൂപ്പ്സ്, ലഗ്രാഞ്ചസ് തിയറം, റിങ്സ്, ഫീൽഡ്സ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് വരുന്നത്. കുറച്ചും കൂടി നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഏരിയ ആണത്. പിന്നെ വരുന്ന ഗ്രാഫ് തിയറിയാണ്. അതിൽ ഗ്രാഫിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഗ്രാഫ്, സബ് ഗ്രാഫ്, കണക്ടിവിറ്റി, ഇൻഡിപെൻഡൻറ്റ് സെറ്റ്, ക്ലിക്ക്, ബൈപാർട്ടേറ്റ് ഗ്രാഫ്സ്, വേർട്ടെക്സ് കവർ, വേർട്ടെക്സ് കളറിംഗ്, പ്ലെയിനർ ഗ്രാഫ്സ്, ഗ്രാഫ് റിപ്രസെൻറ്റേഷൻസ്, എക്സെട്ര. അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് മോഡ്യൂളിലേക്ക് വന്നാൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറാണ് സെക്കൻഡ് മോഡ്യൂൾ. അതിൽ വരുന്നത് ഡിജിറ്റൽ ലോജിക്കും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനുമാണ്. ഡിജിറ്റൽ ലോജിക്കിലെ നമ്പർ സിസ്റ്റംസ്, ഡെസിമൽ, ബൈനറി, ഹെക്സാഡെസിമൽ, ഒക്ടൽ, അങ്ങനെയുള്ള നമ്പർ സിസ്റ്റംസോ നമ്പർ റെപ്രസെൻറ്റേഷൻസ് വരും. കമ്പ്യൂട്ടർ അരിത്തമെറ്റിക് വരും. പിന്നെ ലോജിക് ഫങ്ഷൻസ്, മിനിമൈസേഷൻ, പിന്നെ കോമ്പിനേഷൻ സീക്വൻഷ്യൽ സർക്യൂട്ട്സിൻ്റെ ഡിസൈൻ ആൻഡ് സിന്തസിസ്, അതൊക്കെയാണ്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അഡ്രസ്സിങ് മോഡ്സ് വരാം. പിന്നെ കൺട്രോൾ ഡിസൈൻ, മെമ്മറി ഇൻ്റർഫേസ്, IO ഇൻ്റർഫേസ്, DMA, ഇൻട്രപ്റ്റ്, പൈപ്പ് ലൈനിങ്, മെമ്മറി ഹൈറാർക്കി, ക്യാഷ് മെമ്മറി, ഇത്രയുമാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. തേർഡ് മോഡ്യൂളായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡേറ്റാബേസിൽ പ്രോഗ്രാമിംഗ് ഇൻ C ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റ്സ് ഉണ്ട്, പിന്നെ ഡേറ്റാബേസസ് ഉണ്ട്, DBMS. അപ്പോൾ പ്രോഗ്രാമിംഗ് ഇൻ C എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സിയെ പറ്റി നല്ലൊരു ഐഡിയ നമുക്ക് വേണം. C ലാംഗ്വേജിനെ പറ്റി ഡേറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, ടൈപ്പ് കൺവേർഷൻ, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്, അറേസ്, പോയിൻറ്റേഴ്സ്,
സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻ, ഫയൽ ഓപ്പറേഷൻസ് എല്ലാം മനസ്സിലാക്കണം. പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം കൺസെപ്റ്റ്സ് നമ്മൾ ഇവിടെ എടുത്ത് പറയുന്നില്ല, CPP ആണോ ജാവ ആണോ എന്നുള്ള കാര്യം. ചില എക്സാംസിന് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓപ്സിൻ്റെ കൺസെപ്റ്റുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ജനറലായിട്ട് വരുന്ന കാര്യങ്ങൾ, അത്യാവശ്യം കാര്യങ്ങൾ ഈ ജാവയിൽ നിന്നും CPP നിന്ന് രണ്ടിൽ നിന്നും അറിഞ്ഞിരിക്കുക. ക്ലാസ്, ഒബ്ജക്റ്റ്, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഡേറ്റ ഹൈഡിങ്, പിന്നെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ട് ക്ലാസ്, ഇൻ്റർഫേസ്, പാക്കേജസ്, ആ ബേസിക്സ് അറിഞ്ഞിരിക്കുക. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റ്സ് വരുമ്പം പാരാമീറ്റർ പാസിങ്, ബൈൻഡിങ്, സ്കോപ്പ്, റിക്കർഷൻ, ഇമ്പറേറ്റീവ്, ഡിക്ലറേറ്റീവ്, ഫങ്ഷണൽ ലാംഗ്വേജ്, ലോജിക് ലാംഗ്വേജ്, അതൊക്കെയാണ്. പിന്നെ DBMS വരുമ്പോൾ DBMS ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഡേറ്റ മോഡലിംഗ്, അതിൽ ER മോഡൽ പഠിക്കുക, പിന്നെ റിലേഷണൽ ആൾജിബ്ര പഠിക്കുക, ടപ്പിൾ കാൽക്കുലസ് റിലേഷണൽ കാൽക്കുലസ് വരും. പിന്നെ ഡേറ്റാബേസ് ഡിസൈൻ, ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻ, നോർമലൈസേഷൻ, SQL, ട്രാൻസാക്ഷൻസ് ആൻഡ് കൺകറൻസി കൺട്രോൾ, ഇത്രയാണ് DBMS. പിന്നെ അടുത്ത 4ാമത്തെ മോഡ്യൂള് തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ആൽഗോരിതംസ് ഉണ്ട്, പിന്നെ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് ആൽഗോരിതംസ് ഉണ്ട്, തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ഉണ്ട്, പിന്നെ ലാസ്റ്റായിട്ട് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. അപ്പോൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ആൽഗോരിതംസിനകത്ത് നമുക്ക് അറേസ്, സ്റ്റാക്സ്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്, ട്രീ, ബൈനറി സെർച്ച് ട്രീ, ബൈനറി ഹീപ്സ്, ഗ്രാഫ്സ്, സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗോരിതംസ് എന്നിവയാണ് ഉള്ളത്. അതിനുശേഷം അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് അൽഗോരിതംസ് വരുമ്പോൾ നമ്മൾ സ്പേസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റി അനാലിസിസ് വരും, അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് വരും, ഡിസൈൻ സ്ട്രാറ്റജീസ് വരും. അതിനകത്ത് തന്നെ ഡിവൈഡ് ആൻഡ് കോൺകർ, ഗ്രീഡി, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ബ്രാഞ്ച് ആൻഡ് മൗണ്ട്, അങ്ങനെയുള്ള ഡിസൈൻ സ്ട്രാറ്റജീസ്, അൽഗോരിതം ഡിസൈൻ സ്ട്രാറ്റജീസ് ഉണ്ട്. പിന്നെ ഈ ഒരു അൽഗോരിതംസിൻ്റെ കോംപ്ലക്സിറ്റി ക്ലാസ് ഉണ്ട്, NP ഹാർഡ്, NP ഹാർഡ്, NP കംപ്ലീറ്റ്, അങ്ങനെയുള്ള കോംപ്ലക്സിറ്റി ക്ലാസ് ഉണ്ട്. പിന്നെ വരുന്നത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷനകത്ത് റെഗുലർ ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് വരും. പിന്നെ റെഗുലർ ലാംഗ്വേജ്, ഫൈനൈറ്റ് ഓട്ടോമാറ്റ, റെഗുലർ എക്സ്പ്രഷൻ, റെഗുലർ ഗ്രാമർ, ഇതിൻ്റെയൊക്കെ ക്ലോഷർ പ്രോപ്പർട്ടീസ് വരും. പിന്നെ നോൺ റെഗുലർ ലാംഗ്വേജസിൻ്റെ എക്സ്റ്റൻസ്, പിന്നെ കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജസ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, പുഷ് ഓൺ ഓട്ടോമാറ്റ, പിന്നെ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ, അതിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടീസ്, കോണ്ടസ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജസ്, റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ആൻഡ് റിക്കേഴ്സീവ് ലാംഗ്വേജസ്, ട്യൂറിംഗ് മെഷീൻ, അൺഡിസൈഡബിൾ ഡിഫ് ട്യൂറിംഗ് മെഷീൻ, അതൊക്കെ വരും TOCക്കകത്ത്. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനകത്താണ് കമ്പൈലർ ഡിസൈൻ വരുന്നത്. കമ്പൈലർ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററാണ്. പിന്നെ ലെക്സിക്കൽ അനാലിസിസ്, പാസിംഗ്, സിൻടാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ, കോഡ് ജനറേഷൻ, ഒപ്റ്റിമൈസേഷൻ, അസംബ്ലേഴ്സ്, ലിങ്കേഴ്സ് ആൻഡ് ലോഡേഴ്സ്, മാക്രോ പ്രോസസ്സേഴ്സ് ഒക്കെ അതിൽ വരും. 5th മോഡ്യൂൾസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പോൾ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് പ്രോസസ് എന്താണ്, ത്രെഡ് എന്താണ്, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, സിങ്ക്രണൈസേഷൻ, ഡെഡ്ലോക്ക്, CPU ഷെഡ്യൂളിംഗ്, മെമ്മറി മാനേജ്മെൻറ്റ് ആൻഡ് വെർച്വൽ മെമ്മറി, ഫയൽ സിസ്റ്റം, IO സിസ്റ്റം, പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഒക്കെ കവർ ആവും. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്ത് ISO-OS റെഫറൻസ് മോഡൽ, TCP/IP മോഡൽ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, IPv4 ഹെഡർ ഫോമാറ്റ്, IPv4 അഡ്രസ്സ്, IPv6 ഹെഡർ ഫോമാറ്റ്, പിന്നെ റൂട്ടിംഗ് അൽഗോരിതംസ്, കൺജഷൻ കൺട്രോൾ, കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻലെസ് പ്രോട്ടോകോൾ ആൻഡ് ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾസ്, പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസ്, എത്രയുമാണ് വരിക. ലാസ്റ്റ് മോഡ്യൂളായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിക്കകത്ത് അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെബ് ടെക്നോളജീസ്, IT സെക്യൂരിറ്റി, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെബ് ടെക്നോളജി മോഡ്യൂൾ 8 മാർക്കിനാണ്. അതിനകത്ത് തന്നെ മാർക്കപ്പ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നൊരു സെക്ഷൻ ഉണ്ട്, വെബ് സെർവേഴ്സ് എന്നൊരു സെക്ഷനുണ്ട്.
അപ്പം മാർക്കപ്പ് ആൻഡ് സ്ക്രിപ്റ്റ് ലാംഗ്വേജിനകത്ത് HTML ഉണ്ട്, CSS ഉണ്ട്, XML, പിന്നെ DOM ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ, ജാവാസ്ക്രിപ്റ്റ്, JSON, അജാക്സ് ഇത്രയുമാണ് വരിക. ഇത്രയും കഴിഞ്ഞ് പിന്നെ വെബ് സെർവേഴ്സിനകത്ത് സെർവേഴ്സ് ആൻഡ് പോർട്സ്, HTTP ട്രാൻസാക്ഷൻസ്, വെബ് സെർവർ, പ്രോക്സി സെർവർ, ഡൊമൈൻ നെയിം സിസ്റ്റം, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വേഴ്സസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, മൾട്ടി ടയർ ആർക്കിടെക്ചർ ഇത്രയും വരും. അപ്പം ഇതെല്ലാം കൂടിയാണ് 8 മാർക്കിന്. പിന്നെ അതിൻ്റെ അടുത്ത സബ് മോഡ്യൂള് IT സെക്യൂരിറ്റിയാണ്. അത് 7 മാർക്കിനാണ്. അതിൽ സെക്യൂരിറ്റിയുടെ ബേസിക് കൺസെപ്റ്റ്സ് വരും. റിസ്ക് എന്താണ്, ത്രെറ്റ് എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി, നോൺ റെപ്യൂഡിയേഷൻ, പാസീവ് ആൻഡ് ആക്റ്റീവ് അറ്റാക്സ് ഒക്കെ എന്താണെന്ന് അതിൽ പറയും. പിന്നെ ക്രിപ്റ്റോഗ്രഫി, അതിൽ സിമെട്രിക് ഉണ്ട്, അസിമെട്രിക് ഉണ്ട്. സിമെട്രിക് പിന്നെ ഇതിൽ വരുന്ന കുറച്ച് അൽഗോരിതംസ് ആയിട്ടുള്ള 3DES, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി, പിന്നെ RSA, സെക്യൂർ ഹാഷ് അൽഗോരിതംസ് ഒക്കെ വരും. പിന്നെ ടൂൾസ് ഫോർ സെക്യൂരിറ്റിയിൽ മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഡേറ്റ സിഗ്നേച്ചർ, ഫയർവാൾ, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, VPN, കാർബ്രോസ് ഒക്കെ വരും. പിന്നെ ലാസ്റ്റ് സെക്ഷനിലേക്ക് വന്നാൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അതിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസിൽ നമ്മൾ ആർക്കിടെക്ചർ മോഡൽസ് പഠിക്കണം, ഇൻ്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ, റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ, പിന്നെ ക്ലോക്ക് സിങ്ക്രണൈസേഷൻ, വെബ് സർവീസസ് ഇത്രയാണ് പഠിക്കേണ്ടത്. ലാസ്റ്റ് അത് 5 മാർക്കിനാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. പിന്നെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടും ക്ലൗഡും കൂടി രണ്ടും കൂടി 5 മാർക്കിനാണ്. ലാസ്റ്റ് സെക്ഷൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അതിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ്സ് വരും, ക്ലൗഡ് സർവീസ് മോഡൽസ് വരും, IaaS, പിന്നെ SaaS, PaaS അങ്ങനെയുള്ള മോഡൽസ്. പിന്നെ ക്ലൗഡ് ആക്സസിൽ വരുന്ന ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ, അക്കൗണ്ടിങ് ഇത്രയുമാണ് നമ്മുടെ സിലബസിൻ്റെ മൊത്തം വരുന്ന ടോപ്പിക്സ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മൾ ഓരോ സെക്ഷനായിട്ട് എടുത്ത് അത് ക്ലിയറാക്കി പോവുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് മുന്നേ മൊത്തം കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ട ശേഷം സിലബസ് ഒന്നുകൂടി നമ്മൾ പ്രിൻ്റ് എടുത്ത് തന്നെ സിലബസ് എപ്പോഴും കയ്യിൽ വേണം. അത് നിങ്ങൾ വീണ്ടും റെഫർ ചെയ്ത് സിലബസ് ക്ലിയർ ആക്കുക. ആദ്യം സിലബസ് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.